ആ രണ്ട് സീനുകൾ ചെയ്യാൻ ജഗതി ശ്രീകുമാറും തിലകനും എത്തണം. അതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് സലീമിനോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. ജഗതി ശ്രീകുമാറും തിലകനും സെറ്റിലെത്തിയപ്പോൾ സലീംകുമാറിനെ അന്വേഷിച്ചുകൊണ്ടുള്ള വിളി വന്നു. സലീംകുമാർ വീണ്ടും ബസ്സിൽ കയറി കോട്ടയത്തിറങ്ങി. ഒരു മദ്യപാന സീനാണ് എടുക്കുന്നത്. തിലകനും ജഗതിയും സലീംകുമാർ മദ്യം പകർന്നു കൊടുക്കുന്നതാണ് സീൻ. അപ്പോൾ സലീംകുമാർ പറയുന്നത്, സിനിമയിൽ മദ്യപിക്കുന്ന സീനുകൾ എടുക്കുന്ന സമയത്ത് നടന്മാർ ശരിക്കും മദ്യപിക്കുമെന്ന് അവിടെ തളം കെട്ടി നിന്ന ഗന്ധം എനിക്ക് മനസ്സിലാക്കി തന്നു എന്നാണ് സലീംകുമാർ പറയുന്നത്. അപ്പോൾ ഒറിജിനൽ മദ്യമാണ് ഷൂട്ടിങ്ങിന് വിളമ്പിയത് എന്നർത്ഥം. ഇങ്ങനെ പറയുന്ന സലീംകുമാർ പിന്നെ മദ്യത്തിന് കുറേ കാലം അടിമയായിപ്പോയി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ ക്ഷയിച്ച് പിന്നെ ഓപ്പറേഷനൊക്കെ നടത്തേണ്ടി വന്നത്. എന്തായാലും സിനിമയിലെ മദ്യപാന സീനുകളിൽ ഒറിജിനൽ മദ്യമാണ് ഉപയോഗിക്കുന്നതെന്ന് അവിടുത്തെ ആ സെറ്റിലുള്ള ഗന്ധം കൊണ്ട് സലീംകുമാറിന് മനസ്സിലായി. ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചു. സലീംകുമാറിൻ്റെ പേടനം ജഗതി ശ്രീകുമാറിന് അത്ര ബോധ്യമായില്ല. ജഗതി പറഞ്ഞു, അനിയ, ജഗതി ചേട്ടൻ്റെ സ്ഥിരം വിളിയാണ് എല്ലാവരും, അനിയ ടൈമിങ് ശരിയല്ല, കൃത്യമായി ചെയ്യുക. നന്നായി ചെയ്യാൻ സലീംകുമാർ ശ്രമിച്ചു. പിന്നെയാണ് സലീംകുമാറിന് മനസ്സിലായത് സംവിധായകന് പകരം ജഗതി ശ്രീകുമാറാണ് കട്ട് പറയുന്നത്. കാരണം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാവാതെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ടേക്ക് പോയപ്പോൾ സംവിധായകൻ ചുമ്മാ ഇരിക്കുകയും ഇയാൾ ചെയ്യുന്ന ടൈമിംഗ് കറക്റ്റല്ല എന്ന് കാണുമ്പോൾ ജഗതി കയറി കട്ട് പറയും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആചാര്യൻ എന്ന് പറഞ്ഞ സിനിമ അടക്കുമ്പോൾ സാമ്പത്തികമായി ഭയങ്കര ദാരിദ്ര്യമാണ്. 7 8 ഷെഡ്യൂളായി. എങ്ങനെയെങ്കിലും ഈ പടം തീർത്താൽ മതി എന്ന് പറഞ്ഞ് ചെയ്യാൻ ടൈറ്റ് ഷെഡ്യൂളിൽ അവസാനത്തെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ രാവിലെ അരിസ്റ്റോ ജംഗ്ഷനിൽ, തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിലെ ഒരു ലോഡ്ജിൽ 2 പ്രേമഭാജനങ്ങൾ വിഷമടിച്ച് മരിച്ചു കിടക്കുന്നു എന്നുള്ളൊരു ഫോൺ കിട്ടിയിട്ട് പത്രപ്രവർത്തകനായ ശിവശങ്കർ, ശ്രീനിവാസനാണ് ആ വേഷം ചെയ്തത്. ശിവശങ്കർ അത് അന്വേഷിച്ച് വരുന്ന സീൻ ഈ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള അരിസ്റ്റോ ലോഡ്ജിലെടുക്കണം. അത് കഴിഞ്ഞാൽ അവിടുന്ന് വേറെ 3 ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് രാത്രി ത്യാഗരാജൻ മാഷിൻ്റെ ഫൈറ്റ് തിരുവനന്തപുരം പ്രസ് ക്ലബിനപ്പുറത്തുള്ള എക്സൈസിൻ്റെ ഓഫീസിലെടുക്കണം. ഇങ്ങനെ ടൈറ്റ് ഷെഡ്യൂളിലാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് ശ്രീനിവാസൻ വന്നാൽ ബാക്കി ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അവരെ വെച്ച് ആ സീൻ കഴിഞ്ഞ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ലൊക്കേഷനിൽ ചെന്ന് അവിടെ കാപ്പി കുടിച്ചിട്ട് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞാണ് അരിസ്റ്റോയിലെത്തിയിരിക്കുന്നത്. രാവിലെ ഷീനിച്ചേട്ടൻ വന്നു, മേക്കപ്പ് ചെയ്തു. ഹോട്ടലിൽ റിസപ്ഷനിലിരിക്കാൻ ഒരു നല്ല ചെറുപ്പക്കാരൻ, അവൻ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുമാണ് ഒരു മോപ്പിഡിൽ വന്ന് ശ്രീനിവാസൻ ഇറങ്ങിയിട്ട് ചാടി അകത്ത് വന്നിട്ട് റൂം നമ്പർ 114 എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ 114, കാരണം അങ്ങനെ ഒരു റൂം അവിടെ ഇല്ല. അപ്പോൾ ആ കമിതാക്കൾ ആത്മഹത്യ ചെയ്ത റൂം ഏതാ എന്നാവും. കമിതാക്കളോ ആത്മഹത്യ ചെയ്തു എവിടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ വാഗ്വാദം നടക്കുന്നതിനിടയിൽ നടുക്കുകൂടി ഒരാൾ നടന്നു വരണം. അയാൾ നല്ല ആരോഗ്യമുള്ള എക്സസൈസ് ചെയ്ത ബോഡിയൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ പല്ല് വെച്ച് വരണം. എന്നിട്ട് എന്ന് കേൾക്കണം. അപ്പോൾ റിസപ്ഷനിലേക്ക് അയാൾ പറയും, തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു, രാവിലെ വന്ന് കേൾക്കണം 114 ആത്മഹത്യ ചെയ്ത് കേൾക്കുന്ന കമിതാക്കളെ കാണിച്ചു കൊടുക്കാൻ. ഇവിടെ 114 എന്ന് പറഞ്ഞ റൂമില്ലല്ലോ എന്ന് റിസപ്ഷനിൽ പറയും. അപ്പോൾ ആ തടിയൻ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ആക്കണം. ഇതാണ് സീൻ. ഒറ്റ ഷോട്ടിലെടുക്കാൻ തീരുമാനിച്ചു. റിഹേഴ്സൽ ചെയ്തു. മറ്റേ റിസപ്ഷനിലിരിക്കുന്ന ആൾ ഓരോ ഡേറ്റിൻ്റെ പേപ്പറൊക്കെ വലിച്ചീർ കളഞ്ഞ്, കലണ്ടറിലെ ഡേറ്റൊക്കെ വലിച്ചീർ കളഞ്ഞ് വിളക്ക് കൊളുത്താൻ തുടങ്ങുമ്പോൾ ഷീനിച്ചേട്ടൻ എൻട്രി ആവുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ക്യാമറ ട്രോളി ഇങ്ങനെ പോകുമ്പോൾ ഫ്രെയിമിലേക്ക് മറ്റേ പല്ല് തേച്ചുകൊണ്ട് വരുന്ന ആൾ വന്നു. റിഹേഴ്സൽ നടന്നു, ടേക്കായി, നമ്പർ കൊടുത്തു, ക്ലാപ്പ് അടിച്ചു, ആക്ഷൻ പറഞ്ഞു. മറ്റേ റിസപ്ഷനിലിരിക്കുന്ന ആൾ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷീനിച്ചേട്ടൻ വന്നു. അവർ തമ്മിൽ സംസാരിച്ചു. ട്രോളി പതുക്കെ നടുക്കെത്തിയപ്പോഴേക്കും വരൂ എന്ന് പറഞ്ഞത് മറ്റേ ആൾ വന്നു. അയാൾ വന്ന് വായിൽ ഒരു വടി വെച്ചിരിക്കുന്ന പോലെ ബ്രഷ് വെച്ചിട്ടുണ്ട്. പല്ല് തേക്കാൻ പറഞ്ഞു. വരണ്ടു ഈ ടേക്കെന്ന് പറഞ്ഞപ്പോൾ പല്ല് തേക്കാതെ ബ്രഷ് ഓടക്കള്ളുമല്ലോ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല, നിങ്ങൾ പല്ല് തേച്ചുകൊണ്ട് വരിക, ഇവിടുത്തെ സംസാരം ശ്രദ്ധിക്കുക, എന്നിട്ട് എന്ന് റിസപ്ഷനിൽ അയാളുടെ എന്താ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുക. അപ്പോൾ അയാൾ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രീനിവാസനെ നോക്കി മുന്നോട്ട് നടന്നാൽ മതി. ഓക്കെ സാർ. വീണ്ടും ഫിലിം ഓടി തുടങ്ങി, ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. ട്രോളി നടുക്കെത്തിയപ്പോഴേക്കും വരൂ എന്ന് പറഞ്ഞു. മറ്റയാൾ വന്നു. ഇത്തവണ നന്നായിട്ട് പല്ല് വെച്ചു, ഡയലോഗ് പറയാൻ വിട്ടുപോയി. കട്ട് പറഞ്ഞു, എങ്ങനെയല്ല, എന്തിനു പറയുന്നു? ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരു 10-30 പ്രാവശ്യം നന്നായിട്ട് പല്ല് വെച്ചു. 30 ടേക്കാറ്റായി. രാവിലെ തുടങ്ങിയതാണ്, 6 മണിക്ക് തുടങ്ങിയതാണ്, 11 മണിയായിട്ട് തീർന്നിട്ടില്ലേ ഈ പല്ല് വെപ്പ്. മൊത്തം ഷൂട്ടിംഗ് കുളമായി. വളരെ ശാന്തപ്രകൃതനായ ശ്രീനിവാസൻ വയലൻ്റായി. ശ്രീനിവാസൻ അയാളോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു. ഫിലിം ഓടി തുടങ്ങി. ആക്ഷൻ പറഞ്ഞതും
ഇയാൾ വരണ്ടുപോയി. ഈ നടുക്ക് ട്രോളി വരുമ്പോഴേ വരാവും, പക്ഷേ അതിന് മുമ്പേ അയാൾ ഫ്രെയിമിലേക്ക് വന്നു. അപ്പം ട്രോളി വിടുന്ന ചെന്നപ്പോൾ ഇയാൾ വടിവലോടെ അയക്കുക, കട്ട് പറഞ്ഞു. ആ കട്ട് കയറി ഷീനിവാസം പറഞ്ഞു. ഷീനിച്ചേട്ടൻ പറഞ്ഞു കാട്ടിട്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മിസ്റ്റർ എന്ന് പറഞ്ഞു. ഷീനിച്ചേട്ടൻ അങ്ങ് വയലൻ്റായി. എന്തിനു പറയുന്നു? 30-32 ടേക്ക് എടുത്തു. മറ്റവൻ പല്ല് തേച്ചൊരു പരുവമായി. അവസാനം ഷീനിച്ചേട്ടൻ ക്ഷമകെട്ട് കാട്ടും സ്റ്റാർട്ടും ഒക്കെ പറയാൻ തുടങ്ങി. പിന്നെ കട്ട് ഷോട്ട് എടുത്താണ് ആ സീൻ അവസാനിപ്പിച്ചത്. അയാൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നതൊക്കെ പിന്നെ ഒറ്റയ്ക്ക് എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഷീനിച്ചേട്ടൻ പറഞ്ഞു, മേലാൽ ഏതെങ്കിലും സെറ്റിൽ തന്നെ കണ്ടാൽ തൻ്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. എല്ലാം കഴിഞ്ഞ് പോയി. ഞങ്ങളറിയുന്നില്ല ഇത് ഈ അഭിനയിക്കാൻ വന്ന ആളാരെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. രാത്രി ഞങ്ങൾ എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ ഫൈറ്റ് എടുക്കാൻ ചെന്നപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ ഡ്രസ്സ് ഇട്ട് ഈ മനുഷ്യൻ നിൽക്കുക. ഇയാളാണ് ആ ഓഫീസ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ തന്നേക്കുന്നത്. എക്സൈസ് കമ്മീഷണറാണ് രാവിലെ അഭിനയിക്കാൻ വന്നപ്പോൾ മുട്ടുകാല് തല്ലുപിടിക്കും ഷീനിച്ചേട്ടൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സിനിമയിൽ നടക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ജഗതി കട്ട് പറയാൻ തുടങ്ങിയപ്പോൾ സലിംകുമാർ വല്ലാതായി. അപ്പോൾ സലിംകുമാറിനോട് പറഞ്ഞു, മോനെ നീ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജഗതി ശ്രീകുമാർ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ജഗതിയെ പോലെ ഒരു പ്രതിഭ ചെയ്യുന്നത് പോലെ തുടക്കക്കാരനായ സലിംകുമാറിന് ചെയ്യാനാവില്ല. എന്നിട്ടും ജഗതി പറഞ്ഞ കണക്ക് സലിംകുമാർ ചെയ്യാൻ ശ്രമിച്ചു. ജഗതി ചെയ്യുന്നതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജഗതി ക്യാമറ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും. അതിനനുസരിച്ച് നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. മോഹൻലാലിനെയൊക്കെ പോലുള്ള ചിലർക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജഗതി കാണിച്ചു കൊടുത്തു, ഇങ്ങനെ വേണം അഭിനയിക്കാൻ അന്യ. സലിംകുമാർ അങ്ങനെ ഒരുവിധം അഭിനയിക്കാൻ നോക്കി. പക്ഷെ നിരാശയായിരുന്നു ഫലം. അറിയാൻ പാടില്ലെങ്കിൽ ഈ പണിക്ക് വരരുത് എന്നായി ജഗതി ശ്രീകുമാറിൻ്റെ അടുത്ത കമൻറ്റ്. ഒരു പുതിയ നവാഗതനായ ഒരു പുതിയ ചെറുപ്പക്കാരനോട് ഒരിക്കലും പറയാൻ പാടില്ല. അതോടുകൂടി തീരും, അയാളുടെ ലൈഫ് തീർന്നു, ജാതകം തീരും. അറിയാൻ പാടില്ലെങ്കിൽ ഈ പണിക്ക് വരരുത് എന്ന് ജഗതി ഉപദേശിച്ചു. ഇതിനെല്ലാം മൂകസാക്ഷിയായി തിലകൻ ചേട്ടൻ മിണ്ടാതിരുന്നു. എന്താണെന്തോ തിലകൻ ചേട്ടൻ പ്രതികരിച്ചില്ല. തിലകൻ ചേട്ടൻ ഇതിനേക്കാൾ ഇരട്ടി പ്രതികരിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളി എന്തോ അന്ന് പ്രതികരിച്ചില്ല. ക്യാമറമാൻ ആനന്ദക്കുട്ടൻ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെയും തൊട്ടടുത്ത് നിശബ്ദനായി സിബിമലയിലും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് രണ്ടുപേരും പ്രതികരിച്ചില്ല? ചുറ്റിലും നിൽക്കുന്ന ഷൂട്ടിംഗ് ക്രൂ 40-50 പേര് ചുറ്റും നിൽക്കുമല്ലോ, അവരെല്ലാം നിന്നൊരു പരിഹാസ ചിരി ചിരിക്കുകയാണ് സലിംകുമാറിനെ നോക്കി. അതുപോലെ തന്നെ ഷൂട്ടിംഗ് കാണാൻ 10-100 ആൾ കൂടിയിട്ടുണ്ട്, അവരും ചിരിക്കുകയാണ്. കാരണം ജഗതി ശ്രീകുമാർ കാണിച്ചു കൊടുത്തിട്ട് പോലും അതുപോലെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ആക്കിയ ചിരി ഓരോരുത്തർ അടിച്ചിരിച്ചു. അവിടേക്ക് മുന്നിൽ സലിംകുമാർ ശരിക്കും നാണം കെട്ടു. റോമിലെ കൊളോസിയത്തിൽ ദിവസങ്ങളായി പട്ടിണിക്കിട്ട ഒരു ശിക്ഷാവിധിയാണ്. റോമിലെ കൊളോസിയത്തിൽ 4-5 ദിവസം പട്ടിണിക്കിടും ഒരു സിംഹത്തിന്. എന്നിട്ട് മനുഷ്യനായ അടിമയെ ഈ സിംഹത്തിനിട്ട് കൊടുക്കും. സിംഹം വിശന്ന് ആർത്തി കൊണ്ട് നടക്കില്ല. അങ്ങനെ മുന്നിൽ ഒരു ഇരയെ കിട്ടുമ്പോൾ ഈ മനുഷ്യൻ ഈ അടിമയെ പിച്ച് കീറി പറിച്ച് തിന്നും, രക്തവും കുടിക്കും. ഇത് കണ്ടുകൊണ്ട് രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും ആഘോഷത്തോടെ പൊട്ടിച്ചിരിച്ച് ആ കാഴ്ച കണ്ടിരിക്കുമായിരുന്നു. അതുപോലെയായി എൻ്റെ അവസ്ഥ എന്നാണ് സലിംകുമാർ പറയുന്നത്. കാരണം ജഗതി ശ്രീകുമാർ നിർദ്ദേശിക്കുന്നു, അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. തിലകൻ ചേട്ടൻ മിണ്ടാതിരിക്കുന്നു, ക്യാമറമാൻ മിണ്ടാതെ വ്യൂ ഫൈൻഡർ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന സിബിമലയിലും ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും മതി, ഇങ്ങനെ മതി എന്ന് പോലും പറയുന്നില്ല. കാണികളാണെങ്കിൽ ചുറ്റും നിന്ന് പരിഹാസ ചിരിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ അടിമയെ സിംഹം വലിച്ചു കയറുന്ന കണ്ടിരുന്ന പ്രഭുക്കളെ പോലെ ഇവരെല്ലാം നോക്കിയിരുന്നു എന്ന് സലിംകുമാറിന് തോന്നി. ആ സിംഹത്തിൽ നിന്നും താൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോൾ മരിക്കാൻ പോകുന്ന അടിമയും ചിരിച്ചിരിക്കാമെന്നാണ് സലിംകുമാർ പറയുന്നത്. എത്ര ക്രൂരമെന്ന് ആലോചിച്ചു. അതായത് ഇനി ഞാൻ രക്ഷപ്പെടില്ല, പിന്നെ ഞാൻ എന്തിനു കരയുന്നു എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജീവൻ എടുക്കുന്ന സിംഹത്തെ നോക്കി ചിരിച്ച അടിമയെ പോലെ സലിംകുമാറും ഒരു ചിരി ചിരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിങ്ങളൊക്കെ ചിരിക്കുന്ന പോലെ ഞാനും ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചു. എത്ര വേദനിച്ചിരിക്കും സലിംകുമാറിനല്ലേ. അന്നത്തേക്ക് ഷൂട്ടിംഗ് പാക്കപ്പ് പറഞ്ഞു. പിറ്റേന്ന് ഉച്ചവരെ ഷൂട്ടിങ്ങിനായിട്ട് സലിംകുമാറിനെ ആരും വിളിച്ചില്ല. ഉച്ചയ്ക്ക് പ്രൊഡക്ഷൻ മാനേജർ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആൾ, എനിക്കറിയാം പ്രഭാകരൻ ഒരു പ്രൊഡക്ഷൻ ബോയിയും കൂട്ടി റൂമിൽ വന്നു. വന്നിട്ട് ആ പ്രൊഡക്ഷൻ ബോയിയുടെ കയ്യിൽ ടിഫിൻ ക്യാരിയർ ഉണ്ടായിരുന്നു. അത് സലിംകുമാറിന് വെച്ചു കൊടുത്തു. കഴിക്ക് സലിംകുമാറെ എന്ന് പറഞ്ഞു. പ്രഭാകരൻ പറഞ്ഞു. അങ്ങനെ സലിംകുമാർ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയുമ്പോൾ അവസാനത്തെ അത്താഴം എന്ന് പറയുന്നത് പോലെ, അപ്പോഴും പക്ഷേ സലിംകുമാറിന് അത് തോന്നിയില്ല. അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഈ തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതി കഴിക്കുന്ന അവസാനത്തെ ഭക്ഷണമാണ് ഞാനിപ്പോൾ കഴിക്കുന്നതെന്ന് പാവം സലിംകുമാറിന് തോന്നിയില്ല. പക്ഷേ യവൻ്റെ അവസാനത്തെ ഭക്ഷണമാണ് ഈ കഴിക്കുന്നതെന്ന് പ്രഭാകരന് തോന്നിയിരിക്കാം. അതുകൊണ്ട്
പ്രഭാകരൻ ഉള്ളിൽ ചിരിച്ചിരിക്കുമെന്നാണ് സലിംകുമാർ പറയുന്നത്. ഇന്നലെ പൂർത്തിയാകാത്ത സീനും മറ്റൊരു സീനും ഉള്ളത് ഉടനെ എടുക്കുന്നില്ല സലീമെ. അതുകൊണ്ട് തൽക്കാലം സലീം ഒരു കാര്യം വീട്ടിലേക്ക് വിട്ടോ. അങ്ങനെ സലിംകുമാർ ഡ്രസ്സുകളെല്ലാം ബാഗിനകത്താക്കി പ്രഭാകരൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നവൻ പറഞ്ഞു, സലീം ഇവിടെ നിൽക്കും, ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രഭാകരൻ പുറത്തേക്ക് പോയി. പ്രഭാകരനെയും കാത്ത് സലിംകുമാർ സ്റ്റേഷനിലേ നിന്നു, അകത്ത് നിന്നു. അപ്പോൾ തെക്കോട്ടേക്ക് തിരുവനന്തപുരത്തേക്കും കുറേ ട്രെയിനുകൾ പോയി, വടക്കോട്ട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും ടിക്കറ്റ് എടുക്കാൻ പോയ പ്രഭാകരനും വന്നില്ല, ടിക്കറ്റും വന്നില്ല. സലിംകുമാറിൻ്റെ കയ്യിലാണെങ്കിൽ 10 രൂപയില്ല, 10 പൈസയില്ല. ഒരു ടിക്കറ്റ് എടുത്ത് പോകാമെന്ന് വെച്ചാൽ പൈസയില്ല. അങ്ങനെ മണിക്കൂറുകളോളം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് സലിംകുമാർ. ഈ നിൽപ്പ് എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന ഒരു ചോദ്യചിഹ്നമായി അത് അവസാനിക്കുകയാണ്. കാരണം കയ്യിൽ 10 പൈസയില്ലല്ലോ. തിരിച്ച് ലൊക്കേഷനിൽ പോകാനും കയ്യിൽ 10 പൈസയില്ല. താമസിച്ചിരുന്ന ഹോട്ടലിൽ പോകാമെന്ന് വെച്ചാലും 10 പൈസയില്ല. അങ്ങനെ നിൽക്കുകയാണ്.